everyone, welcome back to our channel Shuttu and Mamma. അപ്പോൾ ഇന്ന് ഒരു സൺഡേ ആണ്. ഇത് നമ്മൾ സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന പരിപാടി എന്ന് വെച്ചാൽ ഇപ്പം നേരെ നമ്മളൊന്ന് കുറച്ച് സാധനം വാങ്ങിക്കാൻ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകണം. അത് കഴിഞ്ഞ് നമ്മൾ വന്നിട്ടാകുമ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ പോകും. അന്ന് പോയതിന് ശേഷം പിന്നെ പോയിനേ ഇല്ല. നല്ല പരിപാടി ആയിട്ടുണ്ട് ക്ലീൻ ആക്കാനെല്ലാം വേണ്ടിയിട്ട്. അതുകൊണ്ട് അതാണ് ഇന്നത്തെ സൺഡേ പരിപാടി എന്ന് പറയുന്നത്. അതാണ് വേറെ കറക്കവും കാര്യവും പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അഴിയൂരേക്കായിരുന്നു സാധനം വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലറ ചില സാധനങ്ങൾ വാങ്ങാനായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കോമഡി എന്ന് വെച്ചാൽ ഇവിടെ പോയപ്പോൾ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പിന്നെ നമ്മളെ അരിയും സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഷോപ്പിലേക്ക് തന്നെ തിരിച്ച് വന്ന് സാധനങ്ങളെടുത്ത് പിന്നെ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സാധനമെല്ലാം വാങ്ങി വീട്ടിലെത്തുമ്പോഴേക്കും അമ്മ റെഡിയായി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അപ്പം തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇത് തന്നെ ഓൾറെഡി നമുക്കൊരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. മഴയാണെങ്കിൽ നിർത്താത്ത മഴയായിരുന്നു അന്ന്. നമ്മൾ ശനിയാഴ്ച ഉള്ളതിനെക്കാട്ടിലും ഭയങ്കര മഴയായിരുന്നു ഞായറാഴ്ച. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തിങ്കളാഴ്ച നല്ല ലീവും കിട്ടിയല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ അധികം സമയം കളയാണ്ട് നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളതൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വെള്ളച്ചാട്ടം, കണ്ണ് തുറക്കാൻ പറ്റാത്ത മഴ. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തി. അമ്മ ഗേറ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾ അന്ന് വന്നതിന് ശേഷം പിന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഒന്ന് എല്ലാം അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മഴയായതുകൊണ്ട് എത്രമാത്രം മിറ്റം വൃത്തിയാക്കൽ പോസിബിൾ ആണെന്ന് അറിയില്ല. എന്നാലും പറ്റുന്ന പോലെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങ് വന്നു. എന്ന് വെച്ചാൽ സൺഡേ മാത്രം ലീവ് ഉണ്ടാവും. നാളെ മുതൽ പിന്നെ എല്ലാവർക്കും വർക്കിംഗ് ഡേ ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പിന്നെ ഒരാഴ്ചത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് സൺഡേ തന്നെ വരാമെന്ന് വിചാരിച്ചു. നമ്മൾ സാധനം എടുക്കണമെങ്കിൽ ഫുഡ് മഴ. നമ്മൾ രാവിലെ തന്നെ അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ചോറും പിന്നെ ഇത് കായുപ്പേരിയാണ്, പച്ചക്കായിൻ്റെ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വന്നു. പിന്നെ വെണ്ടയാണ് കറി വെച്ചിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് നമുക്ക് കുറേ ദിവസമായി പിന്നെ നമ്മളെ മീനൊന്നും കിട്ടാത്തത്. മഴയായതുകൊണ്ട് മീനും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഷൂട്ട് ഓൾറെഡി ഫുഡ് കഴിക്കാൻ കുറച്ച് പണിയാണ്. എന്നാലും സാരില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഉള്ളതല്ലേ ആക്കാൻ പറ്റുമോ. അങ്ങനെ നമ്മൾ മീനൊന്നും വാങ്ങിച്ചില്ല. പിന്നെ മാർക്കറ്റിൽ നമ്മൾ മീനുണ്ട്, പക്ഷേങ്കിൽ അത് മറ്റേ വണ്ടിക്കാര മീനായതുകൊണ്ട് അത് നമ്മൾ ഇവർക്ക് അങ്ങനെ അത്ര ട്രസ്റ്റഡ് ആയിട്ട് കൊടുക്കാറില്ല. അങ്ങനെ അവളെ കുറച്ച് സമയം കളിപ്പിച്ചൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ മേലേക്ക് പോകാമെന്ന് വിചാരിച്ചു. മേലെ അന്നത്തെ ഡെക്കോറിൻ്റെ സാധനം ഇപ്പോഴും അങ്ങനെ തന്നെ കിടപ്പുണ്ട്. നമ്മൾ വിചാരിച്ചത് എല്ലാം പൊട്ടി തീർന്നിട്ടുണ്ടാവും, അതുകൊണ്ടെല്ലാം ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ചാൽ വന്നേ. പക്ഷേ അത്ഭുതം എന്നോളം അതിപ്പോഴും ബലൂൺ അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളതെല്ലാം അങ്ങനെ തന്നെ എടുത്ത് മാറ്റി അവിടെ നമ്മളെ പുറത്തുള്ള സിറ്റൗട്ടല്ല ബാക്കിലത്തെ സൈഡിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. നമ്മൾ അയച്ച് കുറച്ചെങ്കിലും പോയിട്ടുണ്ടാവുമെന്ന്. പക്ഷേങ്കിൽ ഇത് അന്നത്തെ പോലെ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ മാറ്റിയിട്ട് സോഫയിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ളത് അതിലൊന്ന് കറക്റ്റായിട്ട് മാറ്റിയിടണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. നമ്മളത് മാറ്റാൻ നോക്കട്ടെ. നമുക്ക് അടുത്ത ബർത്ത്ഡേക്ക് വെക്കാം ഷുട്ടു. ഇത്രയും ദിവസം നിൽക്കുക ബലൂണല്ലേ. അതിപ്പോൾ കൊടുത്തേ, ഹാപ്പി ടു യുൻ്റെ സാധനം അതിപ്പോൾ കൊടുത്തേ. അയ്യാ ചുട്ട് പേച്ചുപോയാ. ഇല്ല അതെടുത്തോ മോൾ, അതെടുത്തോ. ഹാപ്പി ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞില്ല നമ്മൾ. അതൊന്നും പൊറുക്കണ്ട, പാല് ചിച്ചിയാ. ഇതെടുത്തോ, അച്ഛൻ്റെ കയ്യിലുള്ള എടുത്തോ. അത് അമ്മയ്ക്ക് തന്നെ, അതെല്ലാം നമുക്ക് കളയാം, താഴെ വേസ്റ്റിൽ കൊണ്ടുപോയിടാം കേട്ടോ. അതും കൊടുത്തോ, അതെടുത്തോ, അതെടുത്ത് കളിച്ചോട്ടാ. നമുക്കൊന്ന് പുറത്തേക്ക് വെക്കാം. പൊട്ടിയാ? അതെല്ലാം പൊട്ടിച്ച്.
നമുക്ക് അവിടെ ഒരു സോഫ സെറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എല്ലാം അടിച്ചു വാരി ആടെ ബലൂൺ പൊട്ടിയ കുറേ പൊടികളും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് നമ്മളെ സോഫ സെറ്റ് ഒന്ന് നീക്കിയിടാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ കണ്ടിട്ട് ഒരാൾ പതുക്കെ വന്നിട്ടുണ്ട്. അല്ല അത് ആള് മോശമില്ലല്ലോ. അത് കളയണ്ട, ഇപ്പൊ അതിന് ഒച്ചപ്പാട് ഉണ്ടാക്കണ്ട. അതൊന്നും മറ്റേ സാധനമില്ലാണ്ട് പോവില്ല. പോക്കം മാറി പൊന്നാ മോളെ കാലിനാവും ഇങ്ങോട്ടേക്ക്. അയ്യോ അയ്യോ അയ്യോ, കാല് 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 ഇങ്ങോട്ടേക്ക്. കാലിനാ നല്ല വേദന അടിച്ചിട്ടപ്പാ. കാല് കാല്. ഓക്കേ, അത് മറ്റേ വോക്കം ക്ലീനർ ഉണ്ടെങ്കിൽ ഫുള്ള് ക്ലീൻ ആവും. അതാ പറഞ്ഞേ. അയ്യോ തട്ടി, ഇപ്പുറത്ത് തട്ടി ചുമരുന്ന്. ആ കുറച്ച് മുന്നോട്ടാക്കിയിട്ട് തള്ളു. അവിടെ അവിടെ അതാ അതാ പൊടി പാറിയാ. മേലത്തെ അടിച്ചുവാരലും പരിപാടിയിൽ എൻ്റെ കൈമളിക്ക് അമ്മ താഴെയിൽ ഏകദേശം സെറ്റാക്കി വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് തുടക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ചെറിയാളിനെ കൊണ്ടൊന്നും നടക്കില്ല. ഓളെല്ലാം വലിച്ചു വാരി വഴുതി വീഴലേ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ആൾക്ക് ചോറ് കൊടുത്ത് പതുക്കെ ഒന്ന് സെറ്റാക്കി ആളൊന്ന് ഉറക്കിയതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ചോറ് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പം ചോറ് മീനില്ലാത്തതുകൊണ്ട് തന്നെ കഴിക്കാനും ഭയങ്കര പണിയായിരിക്കും. എങ്ങനെയൊക്കെയോ ഇത് പപ്പടമൊക്കെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. പപ്പടം ഞാൻ എപ്പോഴും യൂഷ്വലി അത്ര കോൺഫിഡൻ്റ് ആയിട്ട് കൊടുക്കാറില്ല. ബട്ട് ഇപ്പം വേറെ നിവർത്തിയില്ല. അങ്ങനെ ഇതാ നമ്മൾ താഴെ വന്നു. മീനില്ലാത്തതുകൊണ്ട് തന്നെ ഓംലേറ്റ് അടിച്ച് കുട്ടപ്പനും ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് നമ്മൾ ഓംലേറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. പ്ലെയിൻ ഓംലേറ്റാണ്. ആൾക്ക് കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടുള്ള ഇഷ്ടമല്ല. പച്ചക്കറി അധികം നമുക്ക് പോയില്ല. അപ്പോൾ ഇത് അപ്പോഴേക്കും ഷുട്ടും സൈഡിലേക്ക് വന്നിരുന്നിട്ടുണ്ട് കഴിക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് അപ്പോൾ നമ്മളെ കാര്യങ്ങൾ. അങ്ങനെ ഞാൻ ഷുട്ടൂനും കൊണ്ട് മേലെ വന്ന് ഇവളൊന്ന് കിടത്തി ഉറക്കട്ടെ. അല്ലാണ്ട് ഇവളൊരു പണിയും സമ്മതിക്കില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മളിപ്പം ഉറങ്ങാൻ പോവുകയാണ്. സമയം ഒരു മണിയൊക്കെ ആകാനായിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ ഇവളെ ഉറക്കട്ടെ. പെട്ടെന്ന് ഉറങ്ങാം നമുക്ക്. അതെങ്ങനെ നമുക്ക് ഉറങ്ങിക്കൂടെ? ഉറങ്ങാ, നല്ല തപ്പാ. കിരണ്ട കിരണ്ട അച്ഛ വഴക്ക് പറയാ. അച്ഛൻ്റെ പഴയ സാധനങ്ങൾ അതെല്ലാം. ഉറങ്ങാം നമുക്ക്. എന്നിട്ട് ഉറങ്ങട്ടെ. കാശു എങ്ങനെയെങ്കിലും മേ പിടിച്ച് കിടത്തി ഒന്ന് ഉറക്കട്ടെ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. നമ്മൾ ക്ലീനിങ് എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ചോറ് തിന്നട്ടെ. നമുക്ക് ഇന്ന് വെണ്ടക്കറിയും കായുപ്പേരി മാത്രമേ ഉള്ളൂ. മീനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറയുന്ന മഴയായതുകൊണ്ട് അത്രമാത്രം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ അപ്പോഴേക്ക് ഞാനും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. മഴ ആയതുകൊണ്ട് തന്നെ വിശപ്പ് തീരെ ഇല്ലായിരുന്നു എനിക്ക്. എന്താ അറിയില്ല, നേരെ തിരിച്ചാ ഉണ്ടാവാറ്. പക്ഷേ എനിക്ക് വിശപ്പില്ല. അങ്ങനെ ഇതാ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. താഴെ പിള്ളേരുണ്ട്. പക്ഷേ എങ്കിൽ നമുക്ക് നല്ല മഴയായതുകൊണ്ട് ആരും വന്നിട്ടില്ല. നമ്മളും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പോവും. നല്ല മഴയാണ്. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല തണുപ്പുണ്ട് തോന്നുന്നു. പിന്നെ ഇപ്പോൾ ഷുട്ടു ഉറങ്ങി. അവൾ എണീച്ചിട്ടാകുമ്പോൾ നമ്മൾ മെല്ലെ അങ്ങോട്ടേക്ക് പോവും. ഫുഡ് കഴിച്ചിട്ട് ഫുള്ളായിട്ട്
പക്ഷേങ്കിൽ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുന്നില്ല. അയ്യോ, ബാക്കിയുള്ളതൊക്കെ ആക്ച്വലി പറഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ചുട്ടുപ്പി എണീച്ചു. നല്ല മഴയായതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അധികം ലേറ്റ് ആക്കാണ്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ ഇറങ്ങി. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു. ഇതൊക്കെ കണ്ടില്ലേ, നല്ല ക്ലൈമറ്റൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ നമുക്ക് എവിടെയെങ്കിലും പോയി വരിക എന്നുള്ളത് മഴയത്ത് കുറച്ചൊരു ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് ചുട്ടിനെ കുളിപ്പിക്കാമെന്ന് ചോദിച്ചു. ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നെയും ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് തന്നെ എടുത്തു ഡ്രസ്സും എല്ലാം. ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് വേണം കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാനിതാ നമ്മളിപ്പോൾ വീട്ടിലെത്തി. ഇനിയിപ്പം ചായ വെക്കട്ടെ. നമ്മൾ എന്താ വാങ്ങി, സമൂസ പഴംപൊരി വാങ്ങി. ഇനി വരുമ്പോൾ ഇനി നമ്മൾ ചായ കുടിക്കാൻ നോക്കട്ടെ. ഓക്കെ, അങ്ങനെ ഇതാ നമ്മളെ ചായയെല്ലാം റെഡിയായി. ഇതൊക്കെയായിരുന്നു നമുക്ക് ചായക്കൂട്ടാൻ ഉണ്ടായിരുന്നത്. ഞാൻ ഒരു സമൂസയും ഒരു പഴംപൊരിയും കഴിച്ചു. അപ്പോൾ അങ്ങനെ ഇനിയിപ്പം ഞാൻ നേരെ പോയി ഇതാ ഷുട്ടു ബേബീനെ കുളിപ്പിക്കാൻ പോവാണ്. പെട്ടെന്ന് തന്നെ ആളെ കുളിപ്പിച്ചിട്ട് എനക്കും വേഗം കുളിക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ലേറ്റായി പോകും. പിന്നെ നമ്മളെ ചായയോടെയും പരിപാടിയും എല്ലാം കഴിഞ്ഞിതാ നമ്മൾ ഷുട്ടുപ്പിനെ കുളിപ്പിക്കാൻ പോവാനേ. നമ്മൾ കൊച്ചെറ്റീന് വരാം. ഷുട്ടു കുളിച്ചിട്ട് വേണം ഇനി എനക്ക് കുളിക്കേ. ഇന്നോളെ തല കുളിപ്പിക്കുന്നില്ല, കുറച്ച് നല്ല തണുപ്പും മഴയൊക്കെ അല്ലേ. അതുകൊണ്ട് അവിടെ നിന്ന് അമ്മ വരട്ടെ വഴുതി വെക്കൂ. അപ്പം എന്തായാലും ഞാൻ പോയി കുളിപ്പിച്ചിട്ട് വരാം. ഓക്കെ, കുളിപ്പിക്കാൻ പോകുമ്പോൾ തന്നെ ഞാൻ ചുട്ടൂന് കൊടുക്കാൻ വേണ്ടി പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ പഴം പുഴുങ്ങി അതിൻ്റെ മേലെ കുറച്ച് ബട്ടർ, ആ ചൂട്ടിലാകുമ്പം ബട്ടർ ഉരുകി വരുമല്ലോ, അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് ബട്ടറും ആക്കി ഞാൻ അവൾക്കത് കൊടുത്തതിന് ശേഷം പിന്നെ കുളിക്കാമെന്ന് വിചാരിച്ചു. അവൾ വൈകുന്നേരം അങ്ങനെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴാണ് നമ്മൾ കുരങ്ങനെ കണ്ടേ? എപ്പോഴാണ് കണ്ടേ? കുരങ്ങ അന്ന് ഇങ്ങനെ വന്നിട്ടില്ലേ? ആ, എന്നിട്ട് നമ്മൾ പഴം കൊടുത്തില്ലേ? ആ, അതുപോലെ കൊണ്ടുപോകും. വേഗം തിന്നു. ഷുട്ടു ബേബി കൊങ്ങും കുട്ടിയാ? അതെയാ, എന്നാൽ ഇന്ന് വേഗം പഴം തട്ടി കൊണ്ടുപോണേ. ഈ വായിലുണ്ടല്ലോ, അത് തീരട്ടെ, അത് വേഗം തിന്ന്. എന്നിട്ട് അടുത്ത കൊണ്ടുപോവേ. തീർന്നാ? അയ്യോ, കുരങ്ങൻ തട്ടി കൊണ്ടുപോയല്ലോ. എന്തൊരു കുരങ്ങനാണ് ഇത്. ബട്ടർ ഇഷ്ടമല്ല കുരങ്ങനാ? ആണല്ലോ, ഇതിനകത്ത് ബട്ടർ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഷുട്ടൂനെ പഴമെല്ലാം കൊടുത്ത് സെറ്റാക്കി. ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ടൊന്ന് കുളിക്കട്ടെ. ഞാനും ഹെഡ് വാഷ് ഇല്ല, തല മാത്രം കുളിക്കുന്നില്ല, സോറി മേല് മാത്രം കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും ഞാൻ പെട്ടെന്ന് പോയിട്ടൊന്ന് കുളിച്ചിട്ട് വരാം. ഓക്കെ. ആ ചുട്ട അതിടണ്ടപ്പാ. തീവണ്ടി അല്ലല്ലോ ചുട്ട. അങ്ങനെ എൻ്റെ കുളിയും കഴിഞ്ഞ് നമ്മളെല്ലാവരും നല്ല ഫ്രീ ആയി. അപ്പോൾ പിന്നെ ഷുട്ടുപിനെ കുറച്ച് സമയം കളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ആളെന്തിൻ്റെങ്കിലൊക്കെ മേലെ ഭയങ്കരമായിട്ട് വെലിഞ്ഞ് കയറി ഭയങ്കര കുരുത്തക്കേടായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് സമയം സൈക്കിൾ ഓടിക്കാമെന്ന് പറഞ്ഞ് ആളൊന്ന് സമാധാനിപ്പിച്ച് വിട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുട്ട. അങ്ങനെ അതും കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ രാത്രി വലിയ എന്താ പറയുക കാര്യമായിട്ടൊന്നും കഴിക്കൂല അവൾ. മീനില്ലാത്തതുകൊണ്ട് എന്തായാലും ചോറും കഴിക്കാൻ പോകുന്നില്ല. അപ്പോഴേക്കിനെ നമുക്ക് നല്ല കാറ്റും മഴയായിരുന്നു. അമ്മേൻ്റെ അടുത്ത് പല പോയി ചുറ്റുന്നുണ്ട്, ഫോണ് കാണാമെന്നുള്ള ഒരു ഇതിലാണ് പോയിട്ട് ചുറ്റുന്നത്. ഇപ്പോഴുള്ള പരിപാടിയാണ്, അതിനകത്ത് കളിക്കുന്ന പോലെ തന്നെ ഡാൻസും നോക്കിയിട്ട് കളിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ രാത്രി അവൾക്ക് പാസ്ത കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗായ്സ് ഞാൻ വൈകുന്നേരം പഴംപൊരിയെല്ലാം തിന്നുകൊണ്ട് പിന്നെ രാത്രി ഒന്നും എഴുതിയാക്കിയില്ല. ഞാനും കുട്ടപ്പനും നമ്മൾ ബ്രെഡ് കഴിച്ചു. ഇപ്പോൾ ഷുട്ടു ബേബിക്ക് പാസ്ത വേണമെന്ന് പറഞ്ഞു. ഫിഷ് ഇല്ലാത്തതുകൊണ്ടുള്ള ചോറ് എന്തായാലും തിന്നൂല. അപ്പം ഞാൻ എന്തായാലും പാസ്ത ഉണ്ടാക്കാൻ പോവാന്ന്. നമ്മൾ ഷുട്ടു ബേബിക്ക് പാസ്ത ഉണ്ടാക്കി പൊക്കട്ടെ. ഞാൻ ഓൾറെഡി ഞാൻ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് പാസ്ത. ഇനിയിപ്പോൾ ഒന്ന് സോസ് ഉണ്ടാക്കിയിട്ട് ഇടുകയോ വേണ്ടു. അപ്പം എന്തായാലും നമ്മൾ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇതാ നമ്മളെ ഷുട്ടു ബേബീൻ്റെ പാസ്ത ഏകദേശം റെഡിയായി. എല്ലാവരുടെയും ഡിന്നർ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഒരാൾ ഇവിടുന്ന് കുത്തി മറിയുന്നുണ്ട്. നമ്മൾ ബ്രെഡ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നേ, വേറൊന്നും കഴിക്കാനുള്ള വിശപ്പോ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ബ്രെഡൊക്കെ കഴിച്ച് സെറ്റായി. ആൾക്ക് പാസ്തയും കൊടുത്ത് സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ എന്തായാലും ഒരു 10-11 മണിയാവും ആൾ ഉറങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞത് നമ്മൾ മേലെ എത്തി. ഇനിയിപ്പോൾ ഉറങ്ങാൻ പോവാന്ന്. നാളെ എല്ലാവർക്കും ലീവല്ലേ, സ്കൂളൊന്നുമില്ല. അടിപൊളി തന്നെ. നല്ല മഴയായി, ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഭയങ്കര സ്ലോ ഒരു ലേസി സൺഡേ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു സൺഡേ ദിവസം എന്ന് പറയാൻ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല മഴയാണ്ട് നമ്മൾ വേറെ എവിടെയും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല മഴ വെച്ചാൽ നല്ല മഴയായിരുന്നു. അപ്പോൾ എല്ലാവരും എന്തായാലും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം.
ബൈ ഗുഡ് നൈറ്റ്.